ശ്രീജിത് പണിക്കർ, ഭീകരവാദത്തിന് കുടപിടിക്കുന്ന ഷാഹിദ് അഫ്രീദിയെ തള്ളിപ്പറയാൻ ഒരു മലയാളി പോലും അവിടെ ഉണ്ടായില്ലല്ലോ എന്നതിൽ ശരിക്കും ലജ്ജിക്കേണ്ടതല്ലേ അല്ലേ? ശ്രേയനിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. കാരണം ഒന്ന്, ഇവരൊക്കെ തന്നെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ക്രിക്കറ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും ഒരു ചടങ്ങിലേക്ക് നേരിട്ടങ്ങ് വന്ന് ഇടിച്ചു കയറുന്ന ആളല്ല, അതിൻ്റെ ആവശ്യം അവർക്കില്ല. രണ്ട്, ഇങ്ങനെ ഒരാളിനെ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരാൾ വിചാരിച്ചാൽ പറ്റില്ല, ഒരു കൂട്ടം ബ്രെയിൻസ് ചിന്തിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ആ ഹാളിലുള്ള ആൾക്കാരുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നു എന്നാണ്. അതിൽ ആരും തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതുമില്ല. പക്ഷേ ഇവരുടെ വിശദീകരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഗിവൺ ദ സർപ്രൈസ് നേച്ചർ ഓഫ് ദെയർ വിസിറ്റ്, വളരെ സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു എന്നതുകൊണ്ട് വി വെയർ അനേബിൾ ടു റെസ്ട്രിക്ട് ദെയർ ആക്സസ്, അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നതിനെ തടയുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. തടയാനുള്ള ശ്രമം തന്നെ ഇല്ല. കൂടെ ആൾക്കാർ നടന്ന് കൊണ്ടുവന്ന് നേരെ സ്റ്റേജിൽ കൊണ്ടു നിർത്തി മൈക്കിൽ സംസാരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് തടയാനുള്ള ശ്രമം? എന്നിട്ടോ ഓർ മാനേജ് ദ ക്രൗഡ് റെസ്പോൺസ് അപ്രോപ്രിയേറ്റ്ലി ഇൻ ദാറ്റ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ആ സമയത്തുണ്ടായിരുന്ന ക്രൗഡിൻ്റെ ബിഹേവിയറും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നാണ്. ആ ക്രൗഡിൻ്റെ ബിഹേവിയർ അതേപോലെ ആകുന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ ചെയർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള അനൗൺസ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. അദ്ദേഹം വന്നിരിക്കുന്ന വലിയ ഭാഗ്യമാണെന്നുള്ള രീതിയിലത്തേക്ക് പറയുകയും അദ്ദേഹം നമ്മളോട് 2 വാക്ക് നേരിട്ട് സംസാരിക്കുമെന്ന് പറയുകയും ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യവും ഇവരുടെ ഈ വിശദീകരണക്കുറിപ്പും കണ്ടു കഴിഞ്ഞാൽ ഈ വിശദീകരണക്കുറിപ്പ് മറ്റെവിടെയോ നടന്ന എന്തിനെ പറ്റിയാണെന്ന് തോന്നും. കാരണം ഈ നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നത് ഈ ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യവും അവിടെ നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോകളിലില്ല. അവിടെ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്ന, അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത് തിരിച്ചുവിടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു സ്വീകരണം നൽകാൻ പാടില്ലാത്ത വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി. കാരണം അദ്ദേഹം തുടർച്ചയായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അല്പം മുമ്പ് ശ്രീ റജിലൂക്കോസ് പറഞ്ഞു ജാവേദ് മിയാൻദാദിനെ പറ്റി. മിയാൻദാദ് കളിക്കുന്ന കാലത്ത് മാത്രമല്ല, കളിച്ചതിന് ശേഷമുള്ള കാലത്തും കടുത്ത ഇന്ത്യ വിരുദ്ധത തുടരുന്നയാളാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതോ ഒരു വാളെടുത്ത് വീശുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇഫ് ഐ ക്യാൻ ഹിറ്റ് എ 6 ഐ ക്യാൻ ഡു മോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യക്കാരോടുള്ള ഒരു വെല്ലുവിളി എന്ന രീതിയിലെത്തേക്ക്. അതേപോലെ തന്നെ മുമ്പ് എനിക്ക് തോന്നുന്നത് അഹമ്മദ് ഷഹസാദോ മറ്റോ ആണ് ശ്രീലങ്കയിൽ ഒരു കളി കഴിഞ്ഞതിന് ശേഷം നടന്നു പോകുന്ന വഴിക്ക് തിലകരത്ന ദിൽഷൻ എന്ന കളിക്കാരനോട് പറയുകയാണ്, നിനക്ക് മതം മാറാൻ കേട്ടോ എന്ന്. ഏത് ഒരു ഇന്റർനാഷണൽ മാച്ച് കഴിഞ്ഞിട്ട് നടന്നു പോകുന്ന സമയത്ത് ചെന്നിട്ട് വേറൊന്നും പറയാനില്ല, നീ മതം മാറ്, നീ പിന്നെ മുസ്ലിം ആകുക, നീ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറയുക. ഇപ്പൊ ദിൽഷൻ എന്തോ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ദെൻ ബി റെഡി ഫോർ ദ ഫയർ എന്നവിടെ നിന്ന് വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു മതപരമായിട്ടുള്ള അവരുടെ ഫൗണ്ടേഷനിൽ തന്നെ ഉള്ള ചില കാര്യങ്ങളാണ്. അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക, ഇന്ത്യ വിരുദ്ധത പറയുക. അവരുടെ ബീജാപാപത്തിൽ തന്നെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചെറിയ കാലം മുതൽ തന്നെ മദ്രസകളിൽ ഉൾപ്പെടെ പഠിക്കുന്നത് തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്, ഹിന്ദു വിരുദ്ധതയാണ്. അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്സും കൂടി കൈകാര്യം ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ പെട്ടവരാണ് ഈ ഷാഹിദ് അഫ്രീദിയും മറ്റും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മെയ് 17-ാം തീയതി അദ്ദേഹത്തിനെ ഷഹബാസ് ഷെരീഫ് വിളിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ എന്തോ ഒരു പലകലൊരു സാധനമൊക്കെ കൊടുത്തു വിടുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നടന്നിരിക്കുന്ന ഞാനെന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല അല്ലേ? അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഉദ്ദേശിക്കുന്നത് അല്ല, നോക്കൂ, പാകിസ്ഥാൻ ഇത് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ ഉടനീളം വിക്ടറി പരേഡ് നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോൾ ഒരു നാഷണൽ സിംബലാണ് ഓപ്പറേഷൻ സിന്ദൂർ അല്ലേ? നമ്മുടെ ഒരു അഭിമാനകരമായിട്ടുള്ള രാജ്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ മാറിയിട്ടുണ്ട്. അതിനെ അവഹേളിച്ച, അതൊരു പരാജയമാണെന്ന് നിരന്തരമായി പറയുന്ന, അത് ക്യാരി ഔട്ട് ചെയ്തിരിക്കുന്ന സൈനികരാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊന്നതിന് ശേഷം പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എത്ര ഡിപ്ലോമാറ്റിക് ടെൻഷൻ ഈസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? നിങ്ങൾക്ക് അയാളെ അഭിനന്ദിക്കാനായിട്ട് സാധിക്കുമോ? ഈ ഒരു ചോദ്യത്തിനാണ് ഇവർ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ഇറ്റ് ഈസ് ബൈ ഡിസൈൻ, അല്ലാതെ ആക്സിഡന്റലായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല അത് എന്നുള്ളത് സുവ്യക്തമാണ്.